കഴിഞ്ഞ 10 വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തെ സന്തോഷത്തോടു കൂടെ കൂടുതൽ പ്രതീക്ഷാ നിർഭരമായാണ് നാം ഓരോരുത്തരും നോക്കിക്കാണുന്നത്. ജനാധിപത്യം എന്നേക്കുമായി അസ്തമിച്ചേക്കുമോ എന്ന് ഭയന്നിടത്ത് നിന്ന് ജനാധിപത്യത്തിന്റെ കിരണങ്ങൾ അവശേഷിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ത്യ മുന്നണിയുടെ സക്രിയമായ ഇടപെടലുകളും മറ്റു ജനാധിപത്യ ബഹുസ്വര സമൂഹത്തിന്റെ കൃത്യമായ ഇടപെടലും കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ ഫെഡറലിസത്തെയും ബഹുസ്വരതയും ഒരു പരിധിയോളം സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തെ സാറ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? താങ്കൾ പറഞ്ഞത് ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയും അഭിപ്രായമാണ്, അവരുടെ പ്രതീക്ഷയാണ്, അവരുടെ സ്വപ്നമാണ്, അവരുടെ മോഹമാണ്. അത് പാഴായി പോവുകയില്ല എന്ന പ്രതീക്ഷയാണ് 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷം പങ്കുവെക്കുന്ന ഈ സമയത്ത് ഓരോ ഇന്ത്യക്കാരനെയും പുളകം കൊള്ളിക്കുന്നത്, അല്ലെങ്കിൽ പുളകം കൊള്ളിക്കേണ്ടത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് ഇന്ത്യൻ നവഫാസിസ്റ്റുകളും മറുഭാഗത്ത് ഇന്ത്യയിലെ ജനായത്ത കാഴ്ചപ്പാട് പുലർത്തുന്ന മനുഷ്യരെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യ മുന്നണിയുമാണ് രണ്ട് സംഘടനകൾ എന്ന അർത്ഥത്തിൽ മത്സരിച്ചത് എന്നുള്ളത് സത്യമാണ്. എന്നാൽ അതിനപ്പുറത്താണ് സത്യം. കാരണം ഒരു ഭാഗത്ത് ഇന്ത്യ എന്ന ഒരിക്കലും കൊല്ലപ്പെടാൻ പാടില്ലാത്ത ആശയവും, മറുഭാഗത്ത് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിഭജനത്തിൻ്റെതുമായ ഒരു പ്രത്യയശാസ്ത്രത്തെ ഊട്ടി വളർത്തി അതിൻ്റെ വിത്തുകൾ ജനമനസ്സിൽ വാരി വിതച്ച് കലഹവും കലാപവും ഉണ്ടാക്കി തീർക്കാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നവഫാസിസ്റ്റുകൾ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നതിനേക്കാൾ പ്രാഥമികമായി അത്തരമൊരു തലം ഈ തെരഞ്ഞെടുപ്പിനുണ്ട് എന്നുള്ളത്, ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അതിനപ്പുറത്ത് നേരത്തെ താങ്കൾ പ്രകടിപ്പിച്ച പോലെ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും, അവർ ജനായത്തവാദികളാണെങ്കിൽ മാനവികവാദികളാണെങ്കിൽ, പ്രകടിപ്പിച്ച ഒരു ഉത്കണ്ഠയുണ്ട്. അത് ഇന്ത്യക്കാരുടെ മാത്രം ഉത്കണ്ഠ ആയിരുന്നില്ല. ലോകത്തെങ്ങുമുള്ള മനുഷ്യർ 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിലേക്ക്, ഇന്ത്യയുടെ ഭാഗധേയം നിർണ്ണയിക്കുന്ന നിർണായകമായൊരു തെരഞ്ഞെടുപ്പിലേക്ക് വളരെ ആകാംക്ഷാഭരിതരായിട്ടാണ് ഉറ്റുനോക്കിയിരുന്നത്. 2014 ഇന്ത്യ ചരിത്രത്തിലെ വഴിത്തിരിവാണ്. 2014 മുമ്പും പിമ്പും എന്നായിരിക്കും ഭാവിയിലെ ചരിത്ര പ്രതിഭകൾ ഇന്ത്യയെ അടയാളപ്പെടുത്താൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 2014 നവഫാസിസ്റ്റുകൾ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യൻ ജനത നടുക്കം കൊണ്ടു. പക്ഷെ അവർ പ്രതീക്ഷാപൂർവം 17ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനത തങ്ങൾക്ക് പറ്റിയ തെറ്റ് തിരുത്തുമെന്ന് ന്യായമായി പ്രതീക്ഷിച്ചു. പക്ഷേ 17ാം ലോകസഭയിൽ 16ാം ലോകസഭയിൽ എന്നതിനേക്കാൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ മിന്നുന്ന വിജയം എന്നുള്ള അലങ്കാരമൊക്കെ അപര്യാപ്തമാണ് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ വിജയിക്കാനുണ്ടായത്. ആ വിജയത്തിൻ്റെ ഉന്മാദത്തിലാണ് 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അവർ 400-ലേറെ സീറ്റ് നേടുമെന്നും ഭരണഘടന പൊളിച്ചെഴുതുമെന്നും ഇന്ത്യയെ സമ്പൂർണമായ അർത്ഥത്തിൽ മോഹൻ ഭാഗവത് മുതൽ നരേന്ദ്രമോദി മുതൽ അമിത്ഷാ മുതൽ എല്ലാവരും ആവർത്തിച്ച കാര്യമാണ്. 2019 തന്നെ നരേന്ദ്രമോദി പറയുന്നുണ്ട്, ഇനി മതനിരപേക്ഷത എന്ന ആ വൃത്തികെട്ട വാക്കുച്ചരിക്കാൻ ഇന്ത്യയിൽ ഒരാളും, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും ധൈര്യപ്പെടില്ല എന്ന് പറയുന്നുണ്ട്. 2014 തന്നെ മോഹൻ ഭാഗവത് സവർക്കർ യുഗം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. 2019 അതേ സവർക്കർ ഇത് സംഘപരിവാർ ആശയങ്ങളുടെ വിജയകാലം എന്ന് ഉന്മത്തമായി ആക്രോശിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പാർട്ടി എന്ന് ബി ജെ പിയുടെ വിമർശകർ മാത്രമല്ല അവർ തന്നെയും അംഗീകരിക്കുന്ന ഏറ്റവും സമ്പന്നമായ പാർട്ടി ഭരണാധികാരത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും ഈ തെരഞ്ഞെടുപ്പിൽ ജനായത്തത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. മാധ്യമങ്ങൾ മുഴുവൻ, അതിൽ എല്ലാ കോർപ്പറേറ്റ് മാധ്യമങ്ങളും ഞാൻ മുമ്പിൽ എന്ന് മത്സരിക്കുകയായിരുന്നു മോദി സ്തുതിയിൽ.
ആ സ്തുതിയാകട്ടെ അങ്ങേയറ്റം അശ്ലീലപരമായിരുന്നു. സ്വയം ഭഗവാനായി വരെ മോദി തന്നെ പൊങ്ങച്ചത്തിൻ്റെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് വരെ ഇന്ത്യൻ ജനതക്ക് കാണേണ്ടി വന്നു. ഇന്ത്യൻ ജനത അനുഭവിക്കുന്ന നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒന്നും തൊടാതെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, രാജ്യത്തിലെ അരക്ഷിതമായ അവസ്ഥ, ഇതൊന്നും തൊടാതെ തീർത്തും വിദ്വേഷത്തിലും വിഭജനത്തിലും അധിഷ്ഠിതമായ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഏറ്റവും കൂടുതൽ പണം, കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ പിന്തുണ, സർക്കാർ ഏജൻസികളെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഉപയോഗപ്പെടുത്തൽ, ഫെഡറൽ മൂല്യങ്ങളെ നിരാകരിക്കൽ, ബഹുസ്വരതയെ തകർക്കൽ, പാഠപുസ്തകങ്ങൾ തിരുത്തൽ, സെക്കുലറിസം, മതനിരപേക്ഷത എന്ന വാക്കുപോലും ഇല്ലാതാക്കും വിധമുള്ള ഇടപെടൽ, ഭരണഘടനയിൽ ഏത് വിധേനയും ഞങ്ങൾ കൈകടത്തും എന്ന് പ്രഖ്യാപിക്കൽ, ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള, ദളിതുകൾക്കെതിരായിട്ടുള്ള ആക്രോശങ്ങൾ, ആക്രമണങ്ങൾ, ജയ് ശ്രീറാം വിളിക്കാത്തതിൻ്റെ പേരിൽ ആൾക്കൂട്ട കൊലകൾ, ബീഫിൻ്റെ പേരിൽ, അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാലും അവസാനിക്കാത്തത്ര ജനായത്വവുമായി ഒരു വിധത്തിലും പൊരുത്തപ്പെടാത്ത ആക്രമണങ്ങളും ആക്രോശങ്ങളും കൊലവിളികളും, അതിൻ്റെ മുമ്പിൽ ഇന്ത്യൻ ജനത നടുങ്ങി നിന്ന ഗർജനങ്ങൾക്കും നിലവിളികൾക്കുമിടയിൽ നിസ്സഹായരായ ഒരു ജനത അരക്ഷിതത്വത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആരും സഹായമില്ലാതെ തലകുത്തി വീണ ഒരു പശ്ചാത്തലത്തിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റും നേടി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെയും ഫാസത്തിൻ്റെയും ഹുങ്കിന്, അഹങ്കാരത്തിന് വലിയൊരു തിരിച്ചടിയാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം. ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ ചെറുകിട പാർട്ടികളുടെ ദയാദാക്ഷിണ്യത്തിൽ അവരുടെ ഭരണം തുടരാൻ നിർബന്ധിതമായി പ്രാഥമികമായ അർത്ഥത്തിൽ അല്ലെങ്കിൽ ഔപചാരികമായ അർത്ഥത്തിൽ ഇന്ത്യൻ നവഫാസിസ്റ്റുകൾ വിജയിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ വിജയം മുമ്പത്തേതിൽ നിന്നും വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. കാരണം മുമ്പവർ പ്രത്യേകിച്ചും 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മിന്നുന്ന വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ പാർലമെൻറ്റിനെ അവരുടെ ഒരു സ്വറ കേന്ദ്രമായിട്ടാണ് സങ്കോചിപ്പിച്ചതെങ്കിൽ ഇന്നത് ആശയങ്ങൾ സംവാദം നടത്തുന്ന ഒരു സമരവേദിയായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വളരെ അലസമായിട്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റിൽ ഇരുന്നതെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ചാടി എഴുന്നേൽക്കേണ്ടി വരുന്നു, വിയർക്കേണ്ടി വരുന്നു, ഉത്തരങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരുന്നു. വളരെ നിസ്സഹായനായ ഒരു പ്രധാനമന്ത്രിയെയാണ് ഇപ്പോൾ നാം കാണുന്നത്. അനീതി പഴയതുപോലെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏകപക്ഷീയമായി നടപ്പിലാക്കാനാവുകയില്ല എന്നൊരു സ്ഥിതി 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി വന്നിട്ടുണ്ട്. അത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ വിജയമാണ്, അഭിമാനമാണ്. കുറേ കൂടി പ്രതിപക്ഷ കക്ഷികൾ ഒരു ഭാഗത്ത് ഇന്ത്യൻ നവഫാസവും മറുഭാഗത്ത് ഫാസത്തിനെതിരെയുള്ള ഇന്ത്യൻ ജനതയും എന്ന ധ്രുവീകരണത്തെ ദൃഢപ്പെടുത്തുന്ന തരത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ കുറേ കൂടി ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ സത്യമായും 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ നവഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പരാജയത്തിൻ്റെ കയ്പ് രുചിക്കുന്ന ദുർദിനങ്ങളായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുമായിരുന്നു. അത്തരമൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്നുള്ളത് സത്യമാണ്. ആ അർത്ഥത്തിൽ ജനായത്തവാദികളുടെ പ്രതീക്ഷകൾ പൂർണ്ണമായും സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും ഇന്ത്യൻ ജനായത്തം ഒരു ചുവട് മുന്നോട്ട് വച്ചിരിക്കുന്നു. അത്ര എളുപ്പത്തിൽ ഇന്ത്യൻ ഫാസത്തിന്, ഇന്ത്യൻ ബഹുസ്വരത ഇല്ലാതാക്കാനാവില്ല. ഇന്ത്യയിലെ ജനങ്ങളെ, അവർക്കിടയിലെ ഐക്യത്തെ തകർക്കാനാവില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം അസന്നിഗ്ധമായി തെളിയിച്ചിരിക്കുന്നു. അത് വലിയൊരു പ്രതീക്ഷയാണ്. സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തെ വീണ്ടെടുക്കുന്നതിന് ഹിന്ദുത്വ മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രൊപ്പഗാണ്ടയെ പൊളിച്ചടക്കി ജനകീയ അഭിലാഷങ്ങളെ ഒരു പ്രതിരോധ രാഷ്ട്രീയ ശക്തിയായി പരിവർത്തിപ്പിക്കുന്നതിൽ എക്സ്പ്ലൈനേഴ്സ് യൂട്യൂബേഴ്സ് ധ്രുവ് റാട്ടി, ആകാശ് ബാനർജി, നിതിൻ രജ്പുത്ത് ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു തലമുറ, പുതിയ തലമുറ തന്നെ യൂട്യൂബ് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വിശേഷിച്ചും ഉത്തരേന്ത്യയിലെ ജനങ്ങളെ ഒരു ജനാധിപത്യ സാക്ഷരത കൈവരിക്കുന്നിടത്തേക്ക് ഉയർത്തുന്നതിൽ അതിന് നിർണായകമായ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അത്തരം ശ്രമങ്ങളെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
ഒരു ഭാഗത്ത് കോർപ്പറേറ്റ് മീഡിയയും നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങളും ഇന്ത്യൻ നവഭാസത്തെ നാനാതരത്തിൽ പിന്തുണച്ചപ്പോൾ അതിനെതിരെ ബദൽ മാധ്യമങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ വളരെ സ്വാഗതാർഹമാണ്. മാത്രമല്ല, അത് ഈ തെരഞ്ഞെടുപ്പിൽ ജനായത്ത സാക്ഷരത ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ, പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് മുതൽ ഉത്തരേന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടാക്കാൻ കാരണം, നേരത്തെ പരാമർശിക്കപ്പെട്ട ഈ ബദൽ മാധ്യമങ്ങൾക്ക് കോടിക്കണക്കിന് പ്രേക്ഷകരാണ്, കാഴ്ചക്കാരാണ്, കേൾവിക്കാരാണ് ഉണ്ടായിത്തീർന്നത്. അവർ നിർഭയമായി കാര്യങ്ങൾ പറഞ്ഞു. ഫാക്ട് ചെക്കിംഗ് എന്ന രീതിയിൽ തന്നെ ആൾട്ടർനേറ്റ് മീഡിയകൾ, ബദൽ മാധ്യമങ്ങൾ പ്രവർത്തിച്ചു. അത് ഇന്ത്യൻ ജനായുധത്തിന് വലിയ ഊർജം പകർന്നിട്ടുണ്ട്. കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ ഏകപക്ഷീയമായ നുണപ്രചാരണത്തിൻ്റെ കുത്തൊഴുക്കിന് തടയിടാൻ ഈ ബദൽ മാധ്യമങ്ങളിലൂടെ ഒരു വലിയ പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നാം പ്രതീക്ഷിക്കുന്നത് പോലെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളിലേക്കും ഈ ബദൽ മാധ്യമ സന്ദേശം എത്തിപ്പെട്ടിട്ടില്ല. എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ മികച്ച തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമായിരുന്നു. കാരണം ഇന്ത്യൻ നവഫാസിസ്റ്റുകൾ, അവർക്ക് അധികാരമുണ്ട്, മേൽക്കോയ്മയുണ്ട്. അതുകൊണ്ട് തന്നെ പല ബദൽ മാധ്യമങ്ങളുടെയും ഓഫീസുകൾ റെയ്ഡ് ചെയ്തും ബദൽ മാധ്യമ പ്രവർത്തകരെ തടവിലിട്ടും അവർക്കെതിരെ പലതരത്തിലുള്ള അപവാദങ്ങൾ പ്രചരിപ്പിച്ചും ഇവരെല്ലാം വിഘടനവാദികളാണ്, രാജ്യദ്രോഹികളാണ്, അർബൻ നക്സലൈറ്റുകളാണ് എന്നെല്ലാം ആക്രോശിച്ചും ഇന്ത്യൻ ഭരണകൂടം അതിൻ്റെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് വൻ പ്രചാരണമാണ് ഈ കാലയളവിൽ നടത്തിയത്. എന്നിട്ടും നിർഭയമായി താങ്കൾ നേരത്തെ സൂചിപ്പിച്ച മാധ്യമങ്ങൾ ആശയപ്രചാരണത്തിൽ മുന്നിൽ നിന്നു. അത് ജനായത്ത സാക്ഷരത വർദ്ധിപ്പിക്കുന്നതിലും തെരഞ്ഞെടുപ്പിൽ ജനായത്തത്തിന് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതുമാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മതത്തെ മുന്നിൽ നിർത്തി ജാതി മേൽക്കോയ്മ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ ശ്രമത്തെ ശങ്കരാചാര്യ പദവിയിലുള്ളവർ അടക്കം വിമർശിച്ചിട്ടുണ്ട്. അവർ ഹിന്ദുസ്ഥാനെ, ഇന്ത്യൻ നവഫാസിസ്റ്റുകൾ ഒരു ജന്തുസ്ഥാനാക്കി തീർക്കുകയാണ് എന്ന നിശിതമായ വിമർശനം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് ശ്രീരാമ ദേവനെ ഭഗവാനായി ആദരിക്കുന്ന, ആരാധിക്കുന്ന വലിയ ഒരു ലോകം ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ അവരെ പ്രതിനിധീകരിക്കുന്ന സന്യാസിമാർ, ശങ്കരാചാര്യന്മാർ, അവരൊക്കെ തന്നെ ഈ പറയുന്ന ഇന്ത്യൻ ഫാസിസത്തിൻ്റെ നുണപ്രചാരണത്തിനെതിരെ നിവർന്നു നിന്നിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ്. അതിന് ഊർജം പകർന്നത് തീർച്ചയായും, അല്ലെങ്കിൽ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഊർജം പകരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ ബദൽ മാധ്യമങ്ങൾ തന്നെയാണ്. അവർ ആ ദൗത്യം നിർഭയമായി നിർവഹിച്ചിട്ടുണ്ട്. മുമ്പ് എം ഗോവിന്ദൻ്റെ പ്രസിദ്ധമായൊരു കവിതയിൽ എഴുത്തോ നിന്റെ കഴുത്തോ ഏറെ ഏതിനോട് എന്ന് ചോദിച്ചൊരുവൻ എൻ മുമ്പിൽ വരും മുമ്പേ ദൈവമേ നീ ഉണ്മയെങ്കിൽ എന്നെ കെട്ടിയെടുത്തേക്ക് നരകത്തിങ്കിലെങ്കിൽ അങ്ങോട്ട് എന്ന് എം ഗോവിന്ദൻ ഈ കവിത എഴുതിയത് അടിയന്തരാവസ്ഥയുടെ ഒരു കാലത്ത് അതിനെതിരെയുള്ളൊരു പ്രതിരോധമായിട്ടാണ്. എന്നാൽ ആ പ്രതിരോധം അന്നൊരു കവിതയായിരുന്നുവെങ്കിൽ അത് അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പ്രതികരണമായി ഏറെക്കുറെ വളർന്നിരുന്നുവെങ്കിൽ ഇന്ന് ആ ദൗത്യം കവികളോടൊപ്പം, എഴുത്തുകാരോടൊപ്പം ഏറ്റെടുക്കാൻ ബദൽ മാധ്യമ പ്രവർത്തകരും ധീരമായി മുന്നോട്ട് വന്നു എന്നുള്ളത് ഇന്ത്യൻ ജനായത്ത ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായമാണ്. അവരെ നാം അഭിവാദ്യം ചെയ്തേ പറ്റൂ. പക്ഷെ അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല ഈ ബദൽ മാധ്യമ പ്രവർത്തനമെന്നും ഓരോ മനുഷ്യനും സ്വയം മാധ്യമമായി മാറിക്കൊണ്ട്, സഞ്ചരിക്കുന്ന മാധ്യമമായി മാറിക്കൊണ്ട്, ജീവിക്കുന്ന മാധ്യമമായി മാറിക്കൊണ്ട് ഫാസിസത്തിനെതിരെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പം നിലവിലുള്ള ഈ സാഹചര്യത്തിൽ ഇളകിയാടിയിരുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മതേതരത്വം ഉൾപ്പെടെയുള്ള ഫെഡറലിസം ഉൾപ്പെടെയുള്ള ആണിക്കല്ലുകളെ ചെറുതായെങ്കിലും ബലപ്പെടുത്താൻ സാധ്യമായിട്ടുണ്ട്. ഇനിയും നമ്മൾ ജനാധിപത്യത്തിൻ്റെ വിസ്തൃതമായ ത്രിതല മാനങ്ങളിലേക്ക്, രാഷ്ട്രീയ ജനാധിപത്യം, സാമൂഹിക ജനാധിപത്യം, സാമ്പത്തിക ജനാധിപത്യം തുടങ്ങി വിസ്തൃതമായ ജനാധിപത്യത്തിൻ്റെ പല മാനങ്ങളിലേക്ക് ഇനിയും പടരേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് സാർ ഒന്ന് വിശദീകരിച്ചാൽ.
അത് വളരെ കൃത്യമാണ്. കാരണം ജനായത്വം എന്ന് നമ്മൾ പറയുന്നത് 5 കൊല്ലം കൂടുമ്പോൾ ഉള്ള തെരഞ്ഞെടുപ്പും അതിലേതെങ്കിലും പാർട്ടികളോ മുന്നണികളോ ജയിക്കുന്നതും തോൽക്കുന്നതും അവരുടെ ഭരണവും ആ ഭരണത്തിൻ്റെ നേട്ടങ്ങളും വീഴ്ചകളും മാത്രമല്ല. ജനായത്വം എന്നുള്ളത് അടിസ്ഥാനപരമായി ഒരു ജനതയുടെ ജീവിത രീതിയാണ്. എങ്ങനെയാണ് ഒരു രാജ്യത്ത് മനുഷ്യർ ജീവിക്കുന്നത്, ഏതു തരത്തിലുള്ള ബന്ധങ്ങളാണ് അവർക്കിടയിൽ ഉണ്ടായിത്തീരുന്നത്, ഏതു തരത്തിലുള്ള പ്രതീക്ഷകളാണ് അവർ വെച്ചു പുലർത്തുന്നത്, അതെത്രത്തോളം സാക്ഷാത്കരിക്കപ്പെടാൻ കഴിയുന്നുണ്ട്. ആത്മാഭിമാനത്തോടെ പിറന്ന മണ്ണിൽ കാലമർത്തി ചവിട്ടി അനന്തവസ്തുതമായ ആകാശത്തിലേക്ക് ആത്മാഭിമാനത്തോടെ തന്നെ ശിരസ്സുയർത്തി ഞങ്ങളും ഈ മണ്ണിൻ്റെ മക്കളാണ് എന്ന് വിട്ടുവീഴ്ചയില്ലാതെ പിന്മടക്കമില്ലാതെ ആരുടെയും ഔദാര്യത്തിലല്ല, ഞങ്ങളും എല്ലാം നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് പോലെ നാം എല്ലാം ഇന്ത്യക്കാർ എന്ന ആ ഒരു ഐക്യബോധ്യത്തിലേക്ക് നമ്മൾ ഉയർന്നു വരുന്നതിൻ്റെ നാനാതരത്തിലുള്ള ഇടപെടലുകളുടെ ആകത്തുകയിൽ വെച്ചാണ് നാം ജനായത്വം എന്ന് പറയുന്നത്. സത്യത്തിൽ രാഷ്ട്രീയ ശാസ്ത്രത്തിലെ പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും അത്ഭുതകരമായ പദാവലികളിൽ ഒന്നാണ്, ടെർമിനോളജികളിൽ ഒന്നാണ് നമ്മൾ ഈ പറയുന്ന ജനായത്വം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനായത്വം എന്ന് പറയുമ്പോൾ താങ്കൾ നേരത്തെ പരാമർശിച്ച ഫെഡറലിസം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരർത്ഥത്തിൽ അത് ബഹുസ്വരതയുടെ തന്നെ രാഷ്ട്രീയ ആവിഷ്കാരമാണ്. വ്യത്യസ്ത തരം ഭാഷകൾ സംസാരിക്കുന്ന ജനത, ഇന്ത്യൻ ദേശീയതയുടെ തന്നെ അടിപ്പടവുകൾ എന്ന് പറയുന്നത്, ഇന്ത്യൻ ദേശീയത നിർമ്മിച്ച ഇഷ്ടികക്കല്ലുകൾ എന്ന് പറയുന്നത് ഈ വ്യത്യസ്ത ഭാഷകളാണ്. മലയാളിയായും തമിഴനായും അതുപോലെ തന്നെ ഒറിയക്കാരനായും ബംഗാളിയായും ഒക്കെ തന്നെയാണ് നാം ഇന്ത്യക്കാരായി തീരുന്നത്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിശ്വാസികളായും വിശ്വാസികളല്ലാതെയും വിവിധ പാർട്ടിയിൽ പെട്ടവരായും പെട്ടവരാകാതെയുമാണ് നമ്മൾ ഇന്ത്യക്കാരായി തീരുന്നത്. ഈ വൈവിധ്യത്തെ, ഈ ബഹുസ്വരതയെ, നാനാത്വത്തെ, അനേകതയെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനായത്വത്തെ നോക്കിക്കാണേണ്ടത്. അവിടെയാണ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും സംഘപരിവാറിന് സീറ്റ് അധികം കിട്ടിയെങ്കിലും ജനായത്വ കാഴ്ചപ്പാടിൽ അവർ പരാജയപ്പെട്ടു എന്ന് ജനായത്വവാദികൾ പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പിൽ തോറ്റാലും സെക്കുലറിസത്തിൽ ഒരു ജനത തോൽക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഒരു ജനതക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. എന്നാൽ സെക്കുലറിസത്തിൽ തോറ്റാൽ ഒരു ജനതക്ക് ഐക്യത്തോടെ ആവിധം പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷവും ഉണ്ടാവില്ല. കാരണം അവർ പരസ്പരം തമ്മിലടിച്ച് അവസാനിക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് തോറ്റാലും സെക്കുലറിസത്തിൽ തോൽക്കരുത് എന്ന സെക്കുലറിസത്തിൻ്റെ, മതനിരപേക്ഷതയുടെ ആ മഹത്തായ മുദ്രാവാക്യത്തിൻ്റെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് 17ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ്. ഒരൊറ്റ ഉദാഹരണം മാത്രം നോക്കിയാൽ മതി. സംഘപരിവാർ അതിൻ്റെ രാഷ്ട്രീയ മേൽക്കോയ്മ ദൃഢപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉരുപ്പടി, ആ ഉരുപ്പടികളിൽ ഒന്ന് ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ ഉള്ളിലുള്ള രാമവിശ്വാസത്തെ ഇന്ത്യയിലെ തന്നെ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിനെതിരായിട്ട് തിരിച്ചു വെക്കുക എന്നുള്ളതാണ്. അതായത് രാമൻ എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ ചേർക്കുന്നവൻ, ഒരുമിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥമുള്ളതെങ്കിൽ അതേ രാമശബ്ദത്തെ പൊളിക്കുന്നവൻ, തകർക്കുന്നവൻ എന്ന അർത്ഥത്തിലേക്ക് ഞാൻ സൂചിപ്പിക്കുന്നത് 1528 ബാബർ ചക്രവർത്തിയുടെ ഗവർണർ മീർബാക്കി നിർമ്മിച്ച ഇന്ത്യൻ മതനിരപേക്ഷതയുടെ അടിസ്ഥാനമായ ബാബറി മസ്ജിദ് നിരവധിയായ ഉപജാപങ്ങളിലൂടെ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ പൊളിച്ചതും അതിൻ്റെ മുകളിൽ രാമക്ഷേത്രം പണിതതും അതിൻ്റെ അടിസ്ഥാനത്തിൽ അയോധ്യയെ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഹെഡ് ഓഫീസാക്കി തീർത്തതും അതിൻ്റെ അഹന്തയിൽ ഫൈസാബാദിൽ നിന്ന് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊഴുപ്പ് പകർന്നതും ഒന്നും മറക്കാറായിട്ടില്ല. പക്ഷേ അവിടെ സംഘപരിവാറിൻ്റെ സകല കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് അവധേഷ് പ്രസാദിൻ്റെ വൻ വിജയം, അദ്ദേഹം ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരിക്കുമ്പോൾ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടിട്ടില്ല,
ആവിധമൊന്നും പൊളിക്കാനാവാത്ത ഇന്ത്യൻ മതനിരപേക്ഷതയുടെ മഹാസ്മാരകമാണ് ബാബറി മസ്ജിദ് എന്നതിൻ്റെ പ്രതീകാത്മക സാന്നിധ്യമാണ് സത്യത്തിൽ പാർലമെന്റിന്റെ അകത്തുള്ള ഫൈസാബാദിൽ MP ആയി വിജയിച്ച അവധേഷ് പ്രസാദിന്റെ സാന്നിധ്യം. ഞാൻ സൂചിപ്പിക്കുന്നത് അതൊരു സീറ്റല്ലേ എന്ന് ചോദിക്കാം. അതൊരു സീറ്റല്ല, അതൊരു സമീപനമാണ്. ഇന്ത്യൻ ജനത പുലർത്തുന്ന മതനിരപേക്ഷ സമീപനത്തിന്റെ ഏറ്റവും വലിയൊരു അടിസ്ഥാനമാണ്. ആ ഒരു സീറ്റിന് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ നേടിയ ഒരു 100 സീറ്റിനേക്കാൾ കരുത്തും മഹത്വവും കാന്തിയും തിളക്കവും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ജനായത്വം എന്ന് പറയുന്നത് വെറും വോട്ടല്ല, സീറ്റിൻ്റെ എണ്ണമല്ല. അതിൽ വോട്ടിന് പ്രാധാന്യമുണ്ട്, സീറ്റിൻ്റെ എണ്ണത്തിന് പ്രാധാന്യമുണ്ട്. പക്ഷെ അതൊരു ആശയലോകമാണ്. ആ ആശയലോകത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞ ഫെഡറലിസവും ബഹുസ്വരതയും മാനവികതയും, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും സാമൂഹ്യ ജനാധിപത്യവും എല്ലാം ഉൾച്ചേർന്ന ഇന്ത്യയിലെ സാമ്പത്തിക ജനാധിപത്യത്തിൻ്റെ സ്ഥിതി പറയുമ്പോൾ പരിതാപകരമാണ്. എല്ലാ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ചൂണ്ടിക്കാണിച്ച പോലെ ഇന്ത്യൻ സാമ്പത്തികാവസ്ഥ കോർപ്പറേറ്റുകളുടെ കൽപ്പനകൾക്കനുസരിച്ച് നടത്തപ്പെടുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു നിർവ്വഹണം. അതുകൊണ്ടാണ് മീരാനന്ദ ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തനം എന്ന നിലയിൽ ഞാൻ പലപ്പോഴും എൻ്റെ പ്രഭാഷണങ്ങളിലും പ്രബന്ധങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള, ഇനിയും പറയേണ്ട ഒരു കാര്യം, ഇന്ത്യൻ സ്റ്റേറ്റിനെ വിശകലനം ചെയ്യുമ്പോൾ മീരാനന്ദ ഉപയോഗിച്ചത് ടെമ്പിൾ സ്റ്റേറ്റ് കോർപ്പറേറ്റ് കോംപ്ലക്സ് എന്നൊരു പരികല്പനയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കോർപ്പറേറ്റ് മൂലധനവും ഇന്ത്യൻ നവഫാസത്തിൻ്റെ ആശയലോകവും ഉരുകിച്ചേർന്നുണ്ടായ ജാതി മേൽക്കോയ്മയുടെ ജനമർദ്ദനപരമായ ആശയങ്ങളും അതോടൊപ്പം തന്നെ മൂലധന മേൽക്കോയ്മയും ഉരുകിച്ചേർന്നുണ്ടായ ഒരു സാമൂഹ്യ പശ്ചാത്തലമാണ്. ഈ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ജനങ്ങൾ സ്വപ്നം കാണുന്ന സമഗ്രതലത്തിലുള്ള ജനായത്വം ഉടൻ സാക്ഷാത്കരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൂടാ. എങ്കിലും ഒരു ചുവടുവെപ്പ് ഈ തെരഞ്ഞെടുപ്പ് സാധ്യമാക്കിയിട്ടുണ്ട്. ജനങ്ങളിൽ വലിയ ഉണർവുണ്ടായിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രകടമായതുകൊണ്ടാണ്. അതായത് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ ഫാസിസത്തിനെതിരെ വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ച പലർക്കും പലതരത്തിലുള്ള ഭയമായിരുന്നു, പേടിയായിരുന്നു. കാരണം ഫാസിസ്റ്റുകൾ അവരെ പേടിപ്പിച്ചിരുന്നു. ഞങ്ങളെങ്ങാനും തോറ്റാൽ പിന്നെ നിങ്ങളെ തുടച്ചു നീക്കും. എന്നാൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഈ ഫാസിസ്റ്റ് ഭീഷണിയെ അവർ അതിജീവിച്ചു. അവർ ധൈര്യമായി വോട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥ മുമ്പത്തെ ഇന്ത്യൻ അവസ്ഥയെ അപേക്ഷിച്ച് ഒരു കാര്യം നമ്മൾ മറക്കരുത്, അന്നത്തെ അതേ രീതിയിലുള്ള പലതരത്തിലുള്ള ഫാസിസ്റ്റ് ആക്രമണങ്ങളും പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അതൊന്നും വേണ്ട രീതിയിൽ അടയാളപ്പെടുത്തുകയോ അവതരിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. പക്ഷേ അതിനിടയിലും ഇന്ത്യൻ ജനതയുടെ ധീരമായ പ്രതിരോധങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഫെഡറൽ മൂല്യങ്ങൾ, അതിൻ്റെ ബഹുസ്വരത, അതിൻ്റെ വൈവിധ്യം, അതിൻ്റെ രാഷ്ട്രീയ ജനാധിപത്യത്തോടൊപ്പം സാമ്പത്തിക ജനാധിപത്യത്തോടൊപ്പം സാമൂഹ്യ ജനാധിപത്യത്തോടൊപ്പം ഒരു പരിധിവരെ എന്നതിന് അടിവരെയാണ്. കാരണം അതിനെ അതിശയോക്തിപരമായി കൂട്ടിക്കാണാൻ പാടില്ല. അതേസമയം ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പഴയതിൻ്റെ വെറും തുടർച്ചയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ഇപ്പോഴും നരേന്ദ്രമോദി തന്നെയാണല്ലോ പ്രധാനമന്ത്രി എന്ന രീതിയിൽ കാര്യങ്ങളെ ന്യൂനീകരിക്കാനും പാടില്ല. ഇപ്പം പ്രതീക്ഷയുടെ പ്രകാശരേണുക്കൾക്കിടയിലും അശുഭകരമായ ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ടെന്ന് വിസ്മരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ മന്ത്രിസഭയിൽ തുടർന്ന പ്രമുഖരെല്ലാം ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ അവരുടെ നയങ്ങളിലുള്ള തുടർച്ച എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. പഴയ 124 നിയമം അതുപോലെ തന്നെ കൂടുതൽ പ്രാകൃതമായി പുതിയ രൂപത്തിൽ വന്നിരിക്കുകയാണ്. അവശേഷിച്ചിരുന്ന കാശ്മീരിന്റെ അവകാശങ്ങളെ കൂടി നിർദ്ദയം റദ്ദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 20 വർഷം മുമ്പുള്ള ഒരു വിഷയത്തിൽ അരുന്ധതി റോയിയുടെ മേൽ UAPA ചുമത്തിയിരിക്കുന്നു. ജാതി വേർതിരിച്ച് പഴയ നാസിസ്റ്റ് ജർമ്മനിയിൽ ജൂത വീടുകൾ പ്രത്യേകം വേർതിരിച്ചതുപോലെ ജാതിയും മതവും വീടിന് കടക്ക് മുകളിൽ പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവ് ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും പുതുതായി വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നിക്കർനോവ് അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പറഞ്ഞതുപോലെ, ഇൻ അമേരിക്ക ലിബർട്ടി ഈസ് എ സ്റ്റാറ്റ്യൂ. അമേരിക്കയിൽ പ്രതിമ പോലെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ട്. ഉയർന്നു പൊങ്ങിയ അമ്പരചുംബികളായി ഗുജറാത്തിലും മറ്റുമുള്ള സ്റ്റാറ്റ്യൂ പോലെ നമ്മുടെ ലിബർട്ടിയും പരിമിതപ്പെടുന്നോ എന്നൊരു ചോദ്യം ചോദിക്കാൻ താല്പര്യപ്പെടാം. അല്ല, ഇതിൽ ആദ്യം തന്നെ ഞാൻ താങ്കൾ പറഞ്ഞതിൽ നിന്നും വിശകലനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഈ അടുത്ത്
പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള വലിയ വാർത്തയായിരുന്നു. ആ വാർത്ത ഭക്ഷണത്തെക്കുറിച്ചാണ്. ഭക്ഷണം ഇന്ത്യയിൽ സംഘർഷ കേന്ദ്രമാകുന്നത് ആദ്യമല്ല. എന്നാൽ ഇപ്പോൾ ഭക്ഷണത്തെ ഒരു പുതിയ രീതിയിലുള്ള സംഘർഷ പശ്ചാത്തലത്തിലേക്ക് ഉയർത്തുന്നതിൽ, കുറച്ച് ആലങ്കാരികമായി പറഞ്ഞാൽ ഭക്ഷണ സംഘർഷത്തിന് ഒരു പ്രമോഷൻ നൽകുന്നതിൽ ഇന്ത്യയിലെ നവഫാസിസ്റ്റ് ഭരണകൂടം പുറപ്പെടുവിച്ചൊരു ഉത്തരവ്, അത് ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലും മധ്യപ്രദേശിലുമെല്ലാം അതിൻ്റെ അനുരണനങ്ങൾ നാം കണ്ടതാണ്. കൻവാർ യാത്ര റോ എന്ന പേരിലാണ് അത് പത്രങ്ങളിലൊക്കെ അച്ചടിച്ചു വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യാദൃച്ഛികമായിട്ടാണെങ്കിലും ഉത്തരേന്ത്യയിൽ കൻവാർ യാത്രയുടെ കാലത്ത് അവരോടൊപ്പം അവരുടെ ഭാഗമായിട്ടല്ലെങ്കിലും യാത്ര ചെയ്യാനുള്ള ഒരവസരം ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ആ സമയത്ത് അവരതിനു മുമ്പുള്ള സമയത്തേക്കാൾ വിസ്തൃത ഹൃദയരും കുറേ കൂടി സൗഹൃദമുള്ളവരും, അത് പൊതുവിൽ എല്ലാ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഭക്തരായ മനുഷ്യരിലും അവർ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഭേദമില്ലാതെ തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ അതിനു മുമ്പുള്ള അവരുടെ കുടിസ് മാനസികാവസ്ഥയിൽ നിന്ന് അവർ കുറേ കൂടി വിസ്തൃതരാവുകയും നല്ലവരാകാൻ തങ്ങളോട് തന്നെ ഒരു മൽപ്പിടുത്തം നടത്തുകയും ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ അർത്ഥത്തിൽ കൻവാർ യാത്രയിൽ പങ്കെടുക്കുന്നവരും കുറേ കൂടി മുമ്പ് അവർക്ക് എന്തെങ്കിലും സംഗീതം ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആ യാത്രക്കിടയിലെങ്കിലും അവർ ആ സംഗീതം മാറ്റിവെക്കും. എന്നാൽ നമ്മൾ കണ്ടത് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക ആവശ്യം അനുസരിച്ചല്ല, മറിച്ച് സർക്കാരിൻ്റെ ഒരു വിചിത്രമായ ഉത്തരവാണ് രൂപപ്പെട്ടു വന്നത്. അതേക്കുറിച്ച് ഞാനൊരു കുറിപ്പ് എഴുതിയിരുന്നു. ആ കുറിപ്പ് അതിൽ നിന്ന് മാത്രം നിൽക്കുന്ന കുറിപ്പല്ല, ഉണ്ടപ്പൊരിയും ഉത്തരവും എന്നായിരുന്നു ആ കുറിപ്പിൻ്റെ പേര്. കാരണം മുമ്പ് ഹോട്ടലുകളിലൊക്കെ പഴംപൊരി, ഉണ്ടപ്പൊരി അതിൻ്റെ പേര് എഴുതി വെച്ചിട്ട് അതിൻ്റെ വില എഴുതി വെച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ കണ്ണാടിക്കൂട്ടിലുള്ള ചായപ്പീടികയിലെ പലഹാരത്തിൻ്റെ പേരും അതിൻ്റെ വിലയും എഴുതി വെക്കേണ്ട, പകരം ഉസ്മാൻ കോയ, ജോസഫ്, അതിൻ്റെ ഉടമസ്ഥർ, അവിടുത്തെ ജീവനക്കാർ, ഇവരുടെ പേരാണ് എഴുതി വെക്കേണ്ടത് എന്ന വിചിത്രമായ ഉത്തരവാണ്. ആ ഉത്തരവ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിള്ളലുണ്ടാക്കുന്ന ഒരു ഉത്തരവായിരുന്നു. സുപ്രീം കോടതി ഇടപെട്ട് അത് തടഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. കോടതി വിധികളിൽ വരുന്ന മാറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കാരണം ഇന്ത്യൻ ജനത നവഫാസിസത്തിന് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രഹരം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതുപോലുള്ള വിധികൾ വേണ്ടത്ര ഉണ്ടാകുമായിരുന്നുവോ എന്നുള്ളതും സംശയാസ്പദമാണ്. അതെന്തോ ആവട്ടെ, അതിൻ്റെ ഒരു സാങ്കേതികത്വത്തിലേക്ക് ഈ സമയത്ത് കടക്കുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇതേ ഉത്തരവ് വന്നപ്പോഴാണ് കേന്ദ്ര ജീവനക്കാർക്ക് RSSൽ പങ്കെടുക്കാനുള്ള നിരോധനം നീക്കിക്കൊണ്ടുള്ള ഉത്തരവും വന്നത് എന്ന് നമ്മൾ ഓർക്കണം. RSSൽ പങ്കെടുക്കാൻ കേന്ദ്ര ജീവനക്കാരെ അനുവദിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ബ്യൂറോക്രസിയെ കാവ്യവൽക്കരിക്കുക എന്ന് തന്നെയാണ്. അതോടെ അപകടകരമായുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് താങ്കൾ പറഞ്ഞത് ശരിയാണ്. അതോടൊപ്പം തന്നെ അരുന്ധതി റോയുടെ കാര്യത്തിൽ, അതുപോലെ കാശ്മീരിൻ്റെ കാര്യത്തിൽ ഒക്കെ നേരത്തെ നടത്തിയിട്ടുള്ള ജനായത്ത വിരുദ്ധത തുടരുമ്പോൾ, അതുപോലെ വഖഫ് സ്വത്തിലേക്ക് അതിക്രമിച്ച് കടക്കൽ മുതൽ ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിൽ, അതായത് ന്യൂനപക്ഷ വിരുദ്ധവും മതനിരപേക്ഷ വിരുദ്ധവും മാനവിക വിരുദ്ധവുമായ പഴയ തീരുമാനങ്ങൾ, നയങ്ങൾ റദ്ദാക്കുന്നതിന് പകരം പുതിയ നയങ്ങളും തീരുമാനങ്ങളും രൂപപ്പെടുത്താൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ പഴയ പാർലമെന്റ് അല്ല ഇപ്പോഴത്തെ പാർലമെന്റ്. ഇന്ത്യക്കൊരു പാർലമെന്റ് ഉണ്ട് എന്ന് ഇന്ത്യക്കാരും ലോകവും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. 2014 മുതൽ 19 വരെയോ 19 മുതൽ 24 വരെയോ ഇന്ത്യക്കൊരു പാർലമെന്റ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത വിധം പ്രതിപക്ഷ MP-മാരുടെ ശബ്ദത്തെ ജയ് ശ്രീറാം അലർച്ചകളിൽ മുക്കി ഇല്ലാതാക്കുകയായിരുന്നു ചെയ്തതെങ്കിൽ ഇപ്പോൾ ആ വിധം ജയ് ശ്രീറാം വിളിക്കാൻ പോലും ഇന്ത്യൻ ഫാസിസ്റ്റുകൾ തയ്യാറാവുന്നില്ല. അവരിൽ പലരും ഇപ്പോൾ ഭാരത് മാതാ എന്നാണ് വിളിക്കുന്നത്. പഴയ ജയ് ശ്രീറാം അവർ വിളിക്കുന്നില്ല. കാരണം വലിയ കരുത്ത് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പരിമിതികളുണ്ട്. അതുകൊണ്ട് ഈ പ്രതീക്ഷയുടെ ഒരു അന്തരീക്ഷത്തിലും ആ പ്രതീക്ഷ വ്യാജമായ ഒരു ശുഭാപ്തി വിശ്വാസത്തിലേക്ക് വഴിക്ക് വീഴാതെ സമരോത്സുകമായ ശുഭാപ്തി വിശ്വാസമായി അത് നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ ഈ പരിമിതികൾക്കെതിരെയുള്ള വിപുലമായ ജനകീയ പ്രതിരോധങ്ങൾ
18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നവഫാസത്തിന്റെ പരാജയത്തിന് ഇടയാക്കിയ ജനകീയ സമരങ്ങളെയും നമ്മൾ ഈ സമയത്ത് ഓർമ്മിച്ചെടുക്കണം. അത് ഷഹീൻബാഗ് സമരവും അതുപോലെ തന്നെ കർഷക സമരവും നാനാതരത്തിലുള്ള തൊഴിലാളി സമരങ്ങളും ബഹുജന സമരങ്ങളും ആ സമരങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ബഹുജന ഐക്യവും ഇതെല്ലാം കൂടിച്ചേർന്നാണ് സത്യത്തിൽ ഈ വിജയം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും അതേസമയം ഈ വിജയം പൂർണ്ണമല്ല, ഇപ്പോഴും ഇന്ത്യൻ ഫാസിസ്റ്റുകളാണ് ഇന്ത്യ ഭരിക്കുന്നത്, അവർ ജനവിരുദ്ധമായ നയങ്ങളാണ് തുടരുന്നത് എന്ന് തിരിച്ചറിയുകയും അതിനെതിരെയുള്ള വലിയ പ്രതിരോധമായി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കാരണം പേരറിയുന്നവരും പേരറിയാത്തവരുമായ 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാണത്യാഗത്തിലാണ് അവർ അവരുടെ ചോര കൊണ്ട് ചുവപ്പിച്ച, അവരുടെ വിയർപ്പിൻ്റെ ഉപ്പ് കലർന്ന, അവരുടെ സ്വപ്നങ്ങളും പരിഭവങ്ങളും പരാതികളും ഒക്കെ ചേർന്ന ഒരു മഹാസമരത്തിൻ്റെ സ്മരണയിലാണ് ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെ എന്ന പോലെ സ്വാതന്ത്ര്യദിന സ്മരണകൾ നമ്മെ സജീവമാക്കുന്നത് അല്ലെങ്കിൽ സജീവമാക്കേണ്ടത്. ഫാസിസ്റ്റുകൾക്ക് ഇത്തരത്തിലുള്ള സമരങ്ങളിലൊന്നും ഒരു കാലത്തും ഒരു ബന്ധവുമില്ല എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. ആ ചരിത്രം അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അത് തിരുത്തി പുതിയ പാഠപുസ്തകങ്ങളിൽ തങ്ങളാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം എന്ന് വരുത്തി തീർക്കാൻ. എന്തിന് 2022 2 കൊല്ലല്ലേ കഴിഞ്ഞുള്ളൂ. നമ്മൾ മറക്കാൻ പാടില്ല. ഗാന്ധിയുടെ സ്മരണ നാട്ടിലെങ്ങും പ്രചരിപ്പിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള ഗാന്ധി സ്മൃതി ആൻഡ് ദർശൻ സമിതി GS&DS എന്ന് പറയുന്ന പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള ഗാന്ധിയൻ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സംഘടന, ആ സംഘടനയുടെ 1984 തുടങ്ങിയ ആ സംഘടനയുടെ ഔദ്യോഗികമായ അന്തിഞ്ചൻ എന്ന മാസിക, ആ മാസികയിലെ 2022 കവർ സ്റ്റോറി സവർക്കറെ കുറിച്ചായിരുന്നു എന്നറിയുമ്പോൾ ഗാന്ധിയെക്കുറിച്ചുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഔദ്യോഗികമായി തുടങ്ങിയ പ്രസിദ്ധീകരണം സവർക്കറുടെ സ്തുതിയായിട്ട് മാറിയ ഒരു കാലത്താണ് 2 കൊല്ലം മുമ്പാണ് നടന്നത്. അതൊക്കെ ഇനിയും പ്രച്ഛന്നമായി ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. പക്ഷെ അതിനെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഇടപെടലുകളാണ് നമ്മുടെ കാലം ആവശ്യപ്പെടുന്നത്. അത് ഇന്ത്യൻ ജനതയ്ക്ക് നിർവഹിക്കാൻ കഴിയും. കാരണം ഫാസിസ്റ്റുകൾക്ക് എല്ലാ കാലത്തും ഒരുപോലെ എല്ലാ മനുഷ്യരെയും വഞ്ചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനേക്കാൾ കൊലകൊമ്പന്മാരായ ഫാസിസ്റ്റുകൾ ഹിറ്റ്ലറും മുസോളിനിയും എല്ലാം ചരിത്രത്തിൽ ചെറിയ പതിറ്റാണ്ടുകൾ കൊണ്ട് അവസാനിച്ചു പോയെങ്കിൽ ഇന്ത്യയിലെ നവഫാസിസ്റ്റുകൾക്കും അതേ അവസ്ഥ തന്നെയാണ് ഇന്ത്യൻ ജനത നൽകാൻ പോകുന്നത് എന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് 10,000-കണക്കിന് മനുഷ്യരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ UAPA ഉൾപ്പെടെയുള്ള നിരവധി കരിനിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തടവിൽ കിടക്കുന്ന, സ്വാതന്ത്ര്യത്തിന് വേണ്ടി തടവിൽ കിടന്നു പൊരുതുന്ന എത്രയോ മനുഷ്യർ, സഞ്ജീവ് ഭട്ട് മുതൽ ഹാനി ബാബു വരെയുള്ള എത്രയെത്രയോ മനുഷ്യർ, അവരുടെയൊക്കെ സ്മരണകൾ, അവരുടെയൊക്കെ തടവറയിലെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളിലും ഭയപ്പെടാതെ നിൽക്കുന്ന, അവരുടെയൊക്കെ ജീവിതം പകർന്നു നൽകുന്ന ഊർജം നമ്മുടെ നാട്ടിൽ നടക്കുന്ന നാനാതരത്തിലുള്ള ഫാസിസ്റ്റ് വിരുദ്ധ പ്രചാരണങ്ങൾ അതൊക്കെ പകർന്നു നൽകുന്നത് ഒന്നും ഇവിടെ എന്നേക്കുമായി അവസാനിക്കാൻ പോകുന്നില്ല. ചരിത്രം തുടരുക തന്നെ ചെയ്യും. ആ തുടർച്ചയ്ക്ക് കൂടുതൽ ഊർജം പകരാൻ ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് കൂടുതൽ കരുത്ത് നൽകട്ടെ എന്ന പ്രത്യാശയോടെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു സംഭാഷണം താൽക്കാലികമായി നമുക്ക് ഒരു കോമ ഇട്ടിട്ട് തുടരും എന്ന പ്രതീക്ഷയിൽ അവസാനിക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ കരുതുന്നു.